ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ലോകത്തിലെ നേഴ്സുമാരുടെ ഗോഡ് ഫാദർ, അങ്ങനെയാണ് ഒരു യൂട്യൂബർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കാരണം അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും നേഴ്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം ആരാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് കൊടുത്തു. പൂർണ്ണമായിട്ടും കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസുകൾ കള്ളക്കഥയാണ്, അദ്ദേഹം ജയിലിൽ കിടന്ന് വെറുതെയാണ്, മുഴുവനും ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. അപ്പം ഞാൻ സീനിയറായിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ച് ഇത് ക്ലബ് ചെയ്ത് ഉള്ള ഒരു വീഡിയോ ആണ്, എൻ്റെ റിപ്ലൈ ആണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ജാസ്മിൻ ഷാ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ എന്നെ പറ്റി പറഞ്ഞത് ഞാൻ മഞ്ഞ പത്രക്കാരനാണ്, അതായത് യെല്ലോ ജേർണലിസം. ബേസിക്കലി ജാസ്മിൻ ഷായ്ക്ക് ജേർണലിസത്തെ പറ്റി ഒന്നും അറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞ പേര് ഉള്ള ജേർണലിസ്റ്റിൻ്റെ പേരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം അതെടുത്ത് വായിച്ച് നോക്കിയോ. കാരണം ഇവന് ഏക്കും പൂക്കും അറിയാത്ത പക്കാ സുഡാപ്പിയെ, അതിൻ്റെ പേരിലാണ് എന്തുവാണ് യെല്ലോ ജേർണലിസം എന്ന് അറിയത്തില്ല. ബേസിക്കലി എന്തുവാണ് ഈ സംഭവം.